ഞാൻ പോയട്രി കളക്ഷൻ 2 ബുക്കുകളാണ് ഇതുവരേക്കും പ്രസിദ്ധീകരിച്ചത്. എൻ്റെ സ്വന്തം പോയംസ് കാലിഡോസ്കോപ്പ് നിങ്ങൾ കണ്ടു കാണാം. അതും ഈ വർഷം ഒരു ബുക്ക് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ എഡിറ്റ് ചെയ്തു. മെറാക്കി എന്നാണ് ആ കളക്ഷൻ്റെ പേര്. എൻ്റെ ഫ്രണ്ട് അത് അശ്വതി അരവിന്ദാക്ഷൻ, NSS കോളേജ് നീറമൻകര ടീച്ചറാണ്, അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. അപ്പോൾ ഈ ബുക്കിൽ ഈ മെറാക്കി ഒരു ഗ്രീക്ക് വേർഡാണ്. അതിൻ്റെ അർത്ഥം whatever you do it with your soulfully. പൂർണ്ണ മനസ്സോടെ ആത്മാവിൻ്റെ ഒരു അംശം ചെയ്യുന്നതിൽ ഇടുക. to leave a bit of something about you in whatever you do. അതാണ് മെറാക്കിയുടെ അർത്ഥം. അത് ഞാനും അശ്വതിയും കൂടെ എഡിറ്റ് ചെയ്തതാണ്. അതിൽ 42 പോയംസാണ്. 7 വിമൻ റൈറ്റേഴ്സിൻ്റെ പോയംസാണ്. അതിൽ ഞങ്ങൾ 5 പേര് കോളേജ് പ്രൊഫസേഴ്സാണ്. 2 റിട്ടയർഡ് ടീച്ചേഴ്സ്, ഹേമ ടീച്ചർ, മധുമതി ടീച്ചർ, അശ്വതി, നസ്നിൻ, ഞങ്ങൾ ഇത്രയും പേര് ടീച്ചേഴ്സും അല്ലാതെ 2 റൈറ്റേഴ്സാണ്. അവർ ഒന്ന് ഷാഹീനും ഒന്ന് ശാലിനിയും. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്തതിനൊപ്പം തന്നെ ഇതിൽ എൻ്റെ ഒരു 6 പോയംസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മെറാക്കിയെക്കുറിച്ച് പറയുവാണെങ്കിൽ വിമൻ റൈറ്റേഴ്സ് റൈറ്റിംഗ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് വിമൻ. ഇതിൽ സ്ത്രീകളാണ് 7 പേരും, പല പ്രായത്തിലുള്ളവരുമാണ്. ഇതിൽ നസ്നീൻ എൻ്റെ സ്റ്റുഡൻ്റാണ്. ഞാൻ വിമൻസ് കോളേജിൽ പഠിപ്പിച്ച കുട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഹേമ ടീച്ചറും മധുമതി ടീച്ചറും റിട്ടയർഡ് ടീച്ചേഴ്സാണ്. പിന്നെ അപ്പം റിട്ടയർഡ് ടീച്ചേഴ്സുണ്ട്, ഒരു മിഡിൽ ഏജ് വിമൻ ഉണ്ട്, ഞങ്ങളെ കട്ടിച്ചും കൂടെ യങ് ജനറേഷനും ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യം കിട്ടിയെന്ന് വെച്ചാൽ മെറാക്കിയുടെ റിലീസ് സംവിധായകൻ പ്രിയദർശനാണ് ചെയ്തത്. പ്രിയദർശൻ പുള്ളിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഓൺലൈനായിട്ട് ബുക്ക് റിലീസ് ചെയ്യാനുണ്ടായത്. അത് നമുക്കൊരു വലിയൊരു കവറേജും കൂടെ ആയിരുന്നു. അപ്പം ഈ മെറാക്കി സ്ത്രീകളാണ് എഴുതിയത്. സ്ത്രീകളുടെ കാഴ്ചപ്പാടിൽ നിന്നാണ്, വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ നിന്നാണ്. കാരണം പല പ്രായത്തിൽ പല സാഹചര്യത്തിൽ വളർന്നു വന്നവർ, പല ജീവിത അനുഭവങ്ങളുള്ളവർ, ജീവിതത്തെ നോക്കിക്കാണുന്ന ഒരനുഭവമാണ് ഈ മെറാക്കിയിലുള്ളത്. മെറാക്കി അതിൽ നമ്മൾ ഏതൊരു പോയം എഴുതുമ്പോഴും നമ്മുടെ എക്സ്പീരിയൻസ് അല്ലെ എക്സ്പീരിയൻസസിൻ്റെ, നമ്മുടെ അനുഭവങ്ങളുടെ ഒരു സ്പാർക്ക് ഉണ്ടാവും. ഒരു ചെറിയ സ്പാർക്ക് ഒരു പക്ഷെ നമ്മുടേതാവാം, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണുന്ന മറ്റുള്ളവരുടെ അനുഭവങ്ങളാവാം, അല്ലെങ്കിൽ നമ്മുടെ വീക്ഷണങ്ങളാവാം, അല്ലെങ്കിൽ നമ്മൾ വായിച്ച് അതിൽ നിന്ന് സങ്കല്പിക്കുന്നതാവാം. അപ്പോൾ ഒരു തരി സ്പാർക്കേ കാണും. ഒരു 100% ഒരു പോയം എടുത്തു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒറിജിനാലിറ്റി ഒരു 1%, 2% അല്ലെ 10% കാണും. ബാക്കി മുഴുവൻ ഇമാജിനേഷനാണ്. ഒരിക്കലും ഇത് നമ്മുടെ ഈ റൈറ്റേഴ്സിൻ്റെ ജീവിതമൊന്നുമല്ല. മനസ്സിലായോ? അപ്പോൾ ഇതിൽ ഉള്ളത് പല സ്ഥലത്തു നിന്ന് സ്ത്രീകളും ജീവിതത്തെ നോക്കിക്കാണുന്നു. സ്ത്രീകൾക്ക് ഒരുപക്ഷെ ജീവിതത്തിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ഒരിക്കലും നടപ്പിലാവാത്ത കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത നടക്കാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ സങ്കല്പിച്ച് നമ്മുടെ സങ്കല്പത്തിലൂടെ നടത്തും അല്ലേ? അപ്പോൾ നമ്മൾ എഴുതുന്നവരാണെങ്കിൽ അവർ എഴുത്തിലൂടെ അത് നടത്തും. അത് തന്നെയാണ് മെറാക്കിയിലെ എല്ലാ പോയംസും. അപ്പോൾ ഇതിന് നല്ലൊരു റീച്ചാണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. കോളേജ് തുറക്കുമ്പോൾ നിങ്ങൾക്കിത് കാണിച്ചു തരാം. അപ്പോൾ എന്നെക്കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ ഒരു ബുക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞു, കാലിഡോസ്കോപ്പ് 1.5 വർഷം മുമ്പ് പബ്ലിഷ് ചെയ്തു. അതൊരു
ഒരു 43 കളക്ഷനുള്ളൊരു ബുക്കാണ്. എൻ്റെ അടുത്തൊരു ബുക്ക് ഞാൻ ഏതാണ്ട് അതിൻ്റെ ഒരു പണിയിലാണ്. ഒരു 3-4 മാസത്തിനകം അതും ഇറങ്ങും. സോ ഇഫ് ഐ ടെൽ യു സംതിങ് അബൌട്ട് മീ ആസ് എ റൈറ്റർ എന്ന് പറയുവാണെങ്കിൽ, കൊച്ചു പ്രായം തൊട്ട് തന്നെ എഴുതുമായിരുന്നു. കൊച്ചു പ്രായം തൊട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ സങ്കല്പിക്കുമായിരുന്നു. എൻ്റെ എക്സ്പീരിയൻസ്, ചുറ്റുമുള്ളവർ കാണുന്ന കാര്യങ്ങൾ, വായിക്കുന്ന കാര്യങ്ങൾ സങ്കല്പിക്കുകയാണ്. വായിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സങ്കല്പിക്കുമായിരുന്നു. ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നതാണ് കാബുളിവാല, ഗള്ളിവർ ഇൻ ലില്ലിപുട്ട്, ആലിസ് ഇൻ വണ്ടർലാൻഡ്. ഇതൊക്കെ ആദ്യം തന്നെ ആ ഒരു റൈറ്ററിൻ്റെ അവരുടെ കാഴ്ചപ്പാടിലൂടെ സങ്കല്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ സങ്കല്പിക്കുമ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുന്ന എന്തോ ഒരു ഭംഗിയാണ്. പിന്നെ തിരിച്ചു വന്നു ഞാനായിരുന്നെങ്കിൽ എന്നും പറഞ്ഞൊരു സങ്കല്പമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വരുന്നതൊക്കെ എഴുതിയിടുമായിരുന്നു. ഒരുമാതിരിയുള്ള തോട്ട്സൊക്കെ മനസ്സിൽ, വിചിത്രമായിട്ടുള്ള വിയേർഡായിട്ടുള്ള തോട്ട്സ് ഒക്കെ മനസ്സിൽ വരുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിക്കും, ഞാൻ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത്, എല്ലാവരും ഇങ്ങനെ അല്ലല്ലോ ചിന്തിക്കുന്നത്, അപ്പോൾ ഇത് പാടില്ല എന്നുള്ളൊരു രീതിയിൽ അത് മാറ്റുമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നിപ്പോൾ മനസ്സിലായി. അതെല്ലാം എഴുതണമായിരുന്നു, ആരെങ്കിലുമൊക്കെ കാണിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരുപാട് ബുക്കിൽ, നോട്ട്ബുക്സിലും ടെക്സ്റ്റ് ബുക്സിലും ഒക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതൊക്കെ പിന്നീട് ഞാൻ തന്നെ അത് കീറിക്കളയോ മായ്ച്ചു കളയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചുപ്രായത്തിൽ എഴുതിയൊന്നും ഡോക്യുമെൻറ്റഡ് ആയിട്ടില്ല. അതൊരു വലിയൊരു വിഷമമായിട്ട് നിൽക്കുന്നു. പക്ഷെ പിന്നീട് കോളേജിൽ ചെന്നപ്പോൾ ഞാൻ എഴുതാൻ തുടങ്ങി. അന്ന് കോളേജ് മാഗസീൻസിലൊക്കെ ഈ പറയുന്ന കണക്ക് പോയംസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വലിയൊരു സന്തോഷമാണ്. പിന്നെ ആ ഇടയിൽ തന്നെ കണ്ടിട്ടുള്ള, പത്രത്തിലൊക്കെ കണ്ടിട്ടുള്ള കോമ്പറ്റീഷൻസിനൊക്കെ അയച്ചു, പ്രൈസസൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഫ്ലോ പിന്നെ അങ്ങ് എന്തോ കൊണ്ട് നിന്ന് പോയി. പിന്നെ കല്യാണം കഴിഞ്ഞു, ജോലി കിട്ടി. അപ്പോഴും വായന ഉണ്ടായിരുന്നു. ജോലി കിട്ടിയ സമയങ്ങളിലുമൊക്കെ ഓരോന്ന് എഴുതുമായിരുന്നു. അപ്പോൾ എവിടെ ആയിരുന്നു എപ്പോഴും എല്ലാ സ്ഥലത്തും പിള്ളേരുടെ വർക്ക്സൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എഴുതുമെങ്കിലും എനിക്ക് പബ്ലിഷിങ് അത് അപ്പോഴും ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇത് വലിയൊരു പ്രയാസമുള്ള കാര്യമാണ്. ഇതെങ്ങനെയാണ്, എവിടെ തുടങ്ങണം, ആരുടെ ആവശ്യപ്പെടണം എന്നൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടും. നമ്മുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ, ഒരു കംഫർട്ട് സോൺ. ഓക്കെ, ലൈഫ് ഇങ്ങനെ കംഫർട്ടബിളായിട്ട് ഇങ്ങനെ പോകുന്നു, ജോലി, കുടുംബം എല്ലാം ഇങ്ങനെ കംഫർട്ടബിളാണ്. അപ്പം അതിൽ നിന്ന് മാറുമ്പോൾ നമുക്കൊരു വിഷമമുണ്ടല്ലോ, അതിൽ നിന്ന് മാറാൻ എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോഴും നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ കംഫർട്ട് സോണിന് നമ്മൾ മാറണം. നമ്മൾ ചലഞ്ചസ് എടുക്കണം, റിസ്ക് എടുക്കണം, പോസിറ്റീവായിട്ട് ജീവിതത്തിനെ നേരിടണം. ഒരു കാര്യം നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങേയറ്റം വരെ ചെയ്യണം. അങ്ങേയറ്റം വരെ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിന് നമ്മൾ കാത്തിരിക്കുക. നമുക്ക് സന്തോഷം തരുന്ന നല്ലൊരു റിസൾട്ടായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഞാൻ ചെയ്തില്ല. പിന്നെ ഞാൻ അവിടെ ഇവിടെ എല്ലാം എഴുതുന്നതും എന്നെ അറിയാവുന്നവരും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞു, ഇങ്ങനെ എഴുതി കളയരുത്, പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് ഫ്രണ്ട്സിൻ്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ എൻ്റെ കാലഡോസ്കോപ്പ് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ അതിനകം തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നതെന്ന് വെച്ചാൽ പിന്നെ ഒരു 3-4 വർഷം എഴുതിയ ഒരുപാട് പോയംസാണ്. അതിങ്ങനെ എടുത്തു നോക്കിയപ്പോൾ എനിക്ക് തന്നെ തോന്നി, നമ്മുടെ കാഴ്ചപ്പാടുകൾ, ജീവിത വീക്ഷണങ്ങൾ പ്രായമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് തോന്നി ഒരുപാട് പോയംസാണ്, ഇത് വേണ്ട എന്ന് മാറ്റി അങ്ങനെ അവസാനം ഒരു 43 പോയംസ് എടുത്തത്. പിന്നെ ഞാൻ വിചാരിച്ചു, പിന്നെ ഇപ്പോൾ അടുത്ത ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് 50 പോയംസ് വെച്ച് അടുത്ത ഒരു കളക്ഷൻ 50 പോയംസാണ് ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത്. അങ്ങനെ 50 പോയംസ് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ എടുത്തു. ഈ പ്രായത്തിൽ വെച്ച് നോക്കുമ്പോൾ
സങ്കല്പിക്കാൻ പറ്റിയ പോയംസാണ് ഞാനങ്ങ് എടുത്ത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒരുപക്ഷെ ഇത് ചെയ്യാതെ കംഫർട്ട് സോണിൽ നിന്ന് മാറി ചെയ്യാതിരുന്നെങ്കിൽ ഭയങ്കര ഒരു വിഷമമായിരുന്നു, ജീവിതത്തിൽ ഭയങ്കര ഒരു റിഗ്രറ്റ് ആയിരുന്നു. അപ്പോൾ ഇത് വെച്ച് നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ ഒരു ആഗ്രഹമുണ്ട്, അത് നമ്മൾ ഫേസ് ചെയ്യാം, നമ്മളത് ചെയ്യാം. അപ്പോൾ എൻ്റെ പോയട്രിയിലോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്ത ഈ ഒരു ബുക്കിൽ കാലിഡോസ്കോപ്പിൽ ഞാൻ പറഞ്ഞതുപോലെ 43 പോയംസ് ഉണ്ട്. ഏതാണ്ട് 1.5 പേജ്, ഏറ്റവും വലിയ പോയം ഒരു 1.5 പേജാണ് വരുന്നത്. അതിൽ ഒരുപാട് ജീവിത അനുഭവങ്ങളാണ്, മിക്കതും സ്ത്രീകളുടെ കാഴ്ചപ്പാടിൽ നിന്നുള്ളവയാണ്. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് ജീസസാണ്. ജീസസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒപ്പം എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു സ്ത്രീ, ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സ്ത്രീ എന്ന് വെച്ചാൽ മേരിയാണ്, യേശുവിൻ്റെ അമ്മയാണ്. അത് കൊച്ചു പ്രായം മുതലേ തന്നെ യേശുവിൻ്റെ അമ്മയുടെ കാഴ്ചപ്പാടിൽ നിന്ന് കാര്യങ്ങൾ നോക്കുമായിരുന്നു. ഞാനൊരു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. അവിടെ നിങ്ങൾക്കറിയാലോ സിസ്റ്റേഴ്സാണ്. അപ്പോൾ സിസ്റ്റേഴ്സ് എല്ലാം തന്നെ ഈ മാതാവിൻ്റെ ഒരു പ്രതിരൂപങ്ങൾ ആയിട്ടുള്ളവരാണല്ലോ. അപ്പോൾ അവരെപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു, എന്തൊരു അനുഗ്രഹീത ജീവിതമാണ് മാതാവിൻ്റേത്, മേരിയുടേത്, എന്തൊരു ഭാഗ്യമാണ് ദൈവത്തിൻ്റെ അമ്മയായിട്ട് ജനിക്കാൻ പറ്റിയത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എനിക്കത് ഒരു പെൺകുട്ടി എന്ന നിലയിലും ഒരു സ്ത്രീ എന്ന നിലയിലും എനിക്ക് അന്നൊക്കെ അത് ഉൾക്കൊള്ളാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണ് മാതാവിന് അതിലുണ്ടായ അനുഗ്രഹം? ദുഃഖമല്ലാതെ അനുഗ്രഹം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു അമ്മയെന്ന രീതിയിൽ, ഒരു പെൺകുട്ടി, ഒരു അമ്മ, ഒരു ഭാര്യ എന്ന രീതിയിൽ മാതാവിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? അപ്പോൾ എനിക്ക് 1-2 പോയം മാതാവിനെ കുറിച്ചുണ്ട്, ബൈബിളിലുള്ള സ്ത്രീകളെ കുറിച്ചുണ്ട്. പിന്നെ എന്നെ എപ്പോഴും ചിന്തിപ്പിച്ച ഒരു സ്ത്രീ എന്ന് വെച്ചാൽ ഈജിപ്തിലെ രാജ്ഞിയായിട്ടുള്ള ക്ലിയോപാട്രയായിരുന്നു. നമുക്കറിയാം ക്ലിയോപാട്രയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതും ജൂലിയസ് സീസറും മാർക്ക് ആൻ്റണിയും അവരെ പ്രണയിച്ചിട്ടുള്ളതും. ഈജിപ്തിൽ ആ കാലത്തൊക്കെയും രാജ്യം എങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് വിട്ട് പോകാതിരിക്കാൻ സഹോദരങ്ങൾ നമ്മൾ കല്യാണം കഴിക്കുന്നതും ക്ലിയോപാട്ര ടോളമി, അതായത് കല്യാണം കഴിച്ച സ്വന്തം അനിയനെയാണ്. ക്ലിയോപാട്രയ്ക്ക് എന്തോ 13 വയസ്സോ 12 വയസ്സുള്ള രാജ്ഞിയായി, കല്യാണം കഴിച്ച ഭർത്താവിന് 10 വയസ്സ് പോലുമില്ല. അങ്ങനെ ഒരു രാജ്യം ഭരിക്കേണ്ട ഒരു അവസരത്തിൽ, രാജ്യഭരണമെന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യമല്ല. രാജാവാവുന്നതോ പ്രൈം മിനിസ്റ്റർ ആവുന്നതോ മുഖ്യമന്ത്രി ആവുന്നതോ ആ ഒരു ആഡംബരമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിൻ്റെ അകത്തുള്ള ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. അപ്പോൾ ക്ലിയോപാട്ര ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അവർ ഫേസ് ചെയ്ത ചാലഞ്ചസ് അവരെങ്ങനെ അത് ഓവർകം ചെയ്തു, അതിനെക്കുറിച്ചും ഒരു പോയമുണ്ട്. ഞാൻ എപ്പോഴും എന്നെ ചിന്തിപ്പിച്ചിട്ടുള്ളൊരു സ്ത്രീ, വേറൊരു സ്ത്രീ ക്ലിയോപാട്ര ആയിരുന്നു. പിന്നെ വിവാഹത്തെക്കുറിച്ച് കുറേയധികം പോയംസ് ഉണ്ട്. അമ്മയെക്കുറിച്ചുണ്ട്, എൻ്റെ അമ്മയെക്കുറിച്ചുണ്ട്. എൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ എല്ലാ അമ്മമാരും അതുപോലെ തന്നെയാണ്. ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ അമ്മയാണ്, വേറെ അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ അമ്മമാരെയൊക്കെ സങ്കല്പിച്ച് മദേഴ്സിനെ കുറിച്ച് ഒക്കെ കുറച്ച് പോയംസ് ഉണ്ട്. സ്ത്രീയെക്കുറിച്ച്, സ്ത്രീയുടെ സൗന്ദര്യത്തെക്കുറിച്ച്, വിവാഹത്തെക്കുറിച്ച്, ജീവിതത്തിലെടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ച് ഒക്കെ കുറേ പോയംസും അതിലുണ്ട്. സുഹൃത്തുക്കളെക്കുറിച്ച്, സുഹൃത്ത് ബന്ധങ്ങളെക്കുറിച്ച് ഒക്കെയുള്ള പോയംസ് ഉണ്ട്. പ്രണയത്തെക്കുറിച്ച് ഉള്ളതുമുണ്ട്. പിന്നെ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ച്, നമ്മൾ നടത്തിയിട്ടുള്ള കോംപ്രമൈസസിനെ കുറിച്ച്, എനിക്കെന്താണ് കവിത എന്താണ് എനിക്ക് തന്നിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെയുള്ള പോയംസ് ഉണ്ട്. പിന്നെ ആ ഒരു
കളക്ഷനിൽ ഞാൻ ആഡ് ചെയ്ത വേറൊരു പോയം എന്ന് വെച്ചാൽ പെട്ടിമിടിയിൽ അന്ന് നടന്ന ആ ഒരു ദുരന്തത്തിൽ ആ കുഞ്ഞുങ്ങളുടെ അനുഭവങ്ങൾ, അതിനെക്കുറിച്ചും ഒരു പോയമുണ്ട്. പിന്നെ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെക്കുറിച്ചും പോയംസ് ഉണ്ട്. അർജുനനെ കുറിച്ചൊരു പോയമുണ്ട്. കൊച്ചു പ്രായത്തിൽ നമ്മൾ അമർ ചിത്ര കഥകളെല്ലാം വായിക്കുമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കഥാപാത്രമായിരുന്നു അർജുന. അന്നൊക്കെ ആ ചിത്രകഥയാണെങ്കിൽ പോലും എനിക്കൊരു വലിയൊരു ഇഷ്ടം, ഒരു പ്രണയമൊക്കെ തോന്നിയിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു അല്ലേ. നമുക്ക് എപ്പോഴും നമ്മൾ ഓരോ ആൾക്കാരോട് പ്രണയവും ഇഷ്ടവും ആരാധനയൊക്കെ തോന്നുന്നത് എപ്പോഴാണ്? അവരുടെ പ്രവൃത്തികൾ അല്ലേ നമ്മൾ കാണുന്നത് അല്ലേ. നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ എഴുത്തുകാരനോട്, ഒരു കവിത വായിക്കുമ്പോൾ ആ കവയിത്രിയോട്, ശരിക്കും അല്ലെ ഒരു സിനിമ കാണുമ്പോൾ അഭിനയിക്കുന്ന ആളിനോട് ഒക്കെ നമുക്ക് പ്രണയവും ഇഷ്ടമൊക്കെ തോന്നാറുണ്ട്. സത്യത്തിൽ അവരുടെ ജീവിതം അങ്ങനെ ഒന്നുമല്ല. ഏറ്റവും നല്ലതാണ് നമ്മൾ ലിറ്ററേച്ചറിൽ കാണുന്നത്. അപ്പോൾ അതിനോടാണ് നമുക്ക് പ്രണയവും ഇഷ്ടമൊക്കെ തോന്നുന്നത്. എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ഇപ്പോൾ 2 ബുക്കായി, അടുത്ത ബുക്ക് ഇപ്പം വരും. ഇത് എഴുതിയതിൽ വലിയൊരു സാറ്റിസ്ഫാക്ഷനുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെ പബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ വലിയൊരു തീരാനഷ്ടവും ദുഃഖമൊക്കെ ജീവിതത്തിൽ ആയി മാറുമായിരുന്നു. ചെയ്യാൻ പറ്റിയൊരു കാര്യം ചെയ്യാമായിരുന്നു, അത് ഞാൻ ചെയ്തില്ല എന്ന് വെച്ച്. അതുപോലെ തന്നെ കൊച്ചു പ്രായത്തിലൊക്കെ ഞാൻ ഓർക്കുമ്പോൾ ഞാൻ സ്പോർട്സിലൊന്നും വലിയ ആളൊന്നുമല്ലായിരുന്നു. ഭയങ്കര എന്താ പറഞ്ഞ, സ്കൂളിലൊക്കെ ഭയങ്കര ഫ്രണ്ട്സോട്ടൊക്കെ ഭയങ്കരമായിട്ട് ഓടി കളിക്കുകയൊക്കെ ചെയ്യുന്ന വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ അതിലൊന്നും മുൻപിലൊന്നുമല്ല, മനസ്സിലായി. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കും, ഞാൻ പാടില്ല. എൻ്റെ അമ്മ നല്ലപോലെ പാടും, ഞാൻ പാടത്തേയില്ല, ബാത്റൂമിൽ പോലും പാടത്തില്ല. അപ്പം ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു എനിക്ക് എൻ്റെ കഴിവെന്താണ്. അന്നേരവും ഞാൻ ഓർക്കാറില്ല എൻ്റെ കഴിവ് എഴുതാനുള്ളതാണെന്ന്. ഞാൻ വൈകിയാണ് മനസ്സിലായി. അന്നും എഴുതുമെങ്കിലും വൈകിയാണ് മനസ്സിലായി. എല്ലാവർക്കും ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ എനിക്കുള്ള കഴിവ് എന്താണെന്ന് വൈകിയാണ് ഞാൻ മനസ്സിലായത്. അപ്പോൾ നിങ്ങളായാലും നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കണം, അത് നേച്ചർ ചെയ്യണം. കഴിവ് ചുമ്മാ മനസ്സിലാക്കിയിട്ട് അത് മൂടി വെച്ചിട്ട് കാര്യമില്ല. അത് അവിടെ നിന്ന് റെസ്റ്റ് ചെയ്ത് പോത്തേ ഉള്ളൂ. അത് മിനുക്കിയെടുക്കണം. ഞാൻ മനസ്സിലാക്കിയ കാലം തൊട്ട് പിന്നെ ഞാൻ മിനുക്കിയെടുക്കാൻ തുടങ്ങി. കാരണം ഞാൻ എന്നും എഴുതും, കവിത എഴുതുമോ എന്തെങ്കിലുമൊക്കെ ഞാൻ എന്നും എഴുതും, എന്നും വായിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴെല്ലാം വായിക്കും. ഫ്രീ ടൈം എന്നല്ല, എപ്പോഴും വായിക്കും. എപ്പോഴും എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം എഴുതും. ഒരു പോയം എഴുതാനായിട്ട് എനിക്ക് ഒരു 6-7 മണിക്കൂർ എടുക്കും. ഒരു പോയത്തിൻ്റെ ഒരു സ്പാർക്ക് മനസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. അത് പെട്ടെന്ന് തന്നെ എന്താ വേർഡ്സിലാക്കും, അല്ലെങ്കിൽ നമുക്ക് മറന്നു, അല്ലെങ്കിൽ അതങ്ങ് പോകും. നമ്മുടെ മനസ്സിലൊരു നല്ലൊരു വേർഡ്സ് ഇങ്ങനെ ഫോം ചെയ്ത് വരുന്ന ഉടനെ അത് ബുക്കിലാക്കിയില്ലേ മറന്നു. ആ ബുക്കിലാക്കി കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ അത് പോയട്രി ആയിട്ടില്ല. അത് പിന്നെ ഒരു 10-15 റിവിഷൻ കഴിഞ്ഞാലേ പോയട്രി ആവത്തുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തോ ഒക്കെ നമ്മൾ വലിയൊരു നേട്ടം കണക്കാണ് ആ ആദ്യത്തെ സംഭവം ഇങ്ങോട്ട് എഴുതി വയ്ക്കുക. പിന്നെ അതിൽ വീണ്ടും തിരിച്ചു വരിക, വീണ്ടും തിരിച്ചു വരിക, വീണ്ടും തിരിച്ചു വരിക. അങ്ങനെ 10-15 വട്ടം ഒരു 6-7 മണിക്കൂർ എടുത്താണ് ഒരു പോയം എഴുതുന്നത്. അപ്പോൾ ഇത് ഒരു പോയം നമ്മൾ വായിക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണ്, പക്ഷേ എൻ്റെ ബിഹൈൻഡ് ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് പിന്നെ ഉള്ള ഒരു കഴിവ് ഞാൻ വരയ്ക്കുമായിരുന്നു. അതായത് നോക്കി വരയ്ക്കാൻ പറ്റും, എന്ത് കാര്യം നോക്കി വരയ്ക്കാൻ പറ്റും. പക്ഷേ ഞാൻ എന്തോ ഒരു ലേസി ആയിരുന്നുകൊണ്ട് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തു. ഇപ്പോഴും ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരുപാട് സമയം എടുക്കും എന്തെങ്കിലും നോക്കി എഴുതാനല്ല, നോക്കി വരയ്ക്കാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റിയതിലും നിങ്ങളോടിങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയതിലും ഇപ്പം ഞാനിങ്ങനെ ഓഫ് ഹാൻഡ് ആയിട്ട് സംസാരിക്കുവാണേ. ഒരുപാട് കാര്യം നിങ്ങൾ എഴുതുന്നതിനെക്കുറിച്ച് എനിക്ക് പറയാൻ ഉണ്ടായിരുന്നു. എഴുതി കഴിയുമ്പോൾ കിട്ടുന്ന സന്തോഷം, ആരെങ്കിലുമൊക്കെ വായിച്ച് നല്ലതാന്ന് പറയുമ്പോൾ ഉള്ള സന്തോഷം, നമ്മൾ എഴുതുന്നതല്ല മറ്റുള്ളവർ വായിച്ചാൽ ഇത് മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഇത് കാണാൻ പറ്റുമല്ലോ എന്നുള്ളൊരു കാഴ്ചപ്പാട് ഒക്കെ ഇതിലുണ്ട്. ഞാൻ ഒരുപാട് വായിക്കും, നോവൽസ്, ഷോർട്ട് സ്റ്റോറീസ്, പോയംസ് ഒരുപാട്, ഇതെല്ലാം വായിക്കും.
അപ്പോൾ വായിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എഴുതാൻ പറ്റുക. ചുമ്മാ മനസ്സിൽ എഴുതണമെങ്കിൽ വാക്കുകൾ വേണമല്ലോ. വാക്കുകൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? വായനയിലൂടെ. അപ്പോൾ കുഞ്ഞുങ്ങളെ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇനി പിന്നീട് ഒരു അവസരത്തിൽ ഓർമ്മയുള്ള